ഒരു ദിവസം യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കണ്ടത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്ന രീതിയാണ് സ്വപ്നം കാണുന്നത്. സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ തന്നെ 11 നക്ഷത്രങ്ങൾ തനിക്ക് സുജൂദ് ചെയ്യുന്ന രീതിയിലാണ് സ്വപ്നം കണ്ടത്. സ്വപ്നം വിവരം യൂസുഫ് അലൈഹിസ്സലാം പിതാവിനോട് പറഞ്ഞു. പിതാവ്, നിന്റെ സഹോദരന്മാരോടിത് പറയരുത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചേക്കാം എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഉപദേശിക്കുകയാണ് ചെയ്തത്. സ്വപ്നത്തിൻ്റെ പൊരുളറിഞ്ഞ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ളതായ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതോടെ സഹോദരങ്ങൾക്ക് അസൂയയും കൂടി. കളിക്കാനെന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി അവർ ഒരു കിണറ്റിലിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഷർട്ടിൽ വ്യാജരക്തം പുരട്ടി വന്നു. തൻ്റെ പിതാവിനോട് അവർ പറഞ്ഞ വിഷയമാണ് യൂസുഫിനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയാണ് ചെയ്തത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു യാത്രാ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ ആ കിണറിൻ്റെ സമീപത്തെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ ശബ്ദം കേട്ട് കിണർ വീക്ഷിക്കുകയും ആ യാത്രാ സംഘം അദ്ദേഹത്തെ ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ അടിമച്ചന്തയിൽ നിന്ന് ഈജിപ്തിലെ ഒരു മന്ത്രിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങുന്നത്. മന്ത്രിയുടെ കൊട്ടാരത്തിൽ യൂസുഫ് അലൈഹിസ്സലാം ആദരണീയനായി വളരുകയാണ് ചെയ്തത്. അതീവ സൗന്ദര്യത്തിനുടമയായ യൂസുഫ് അലൈഹിസ്സലാം മന്ത്രിയുടെ ഭാര്യ സലീഹ യൂസുഫ് അലൈഹിസ്സലാമിനോട് കൂടുതൽ ഇഷ്ടത്തിലായിരുന്നു. ഒരു ദിവസം അവർ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഷർട്ടിൽ കയറിപ്പിടിച്ചു. അദ്ദേഹം കുതറി മാറുകയാണ് ചെയ്തത്. രംഗത്തെത്തിയ ഭർത്താവിനോട് യൂസുഫാണ് കുറ്റക്കാരനാണെന്ന് സലീഹ പറയുകയാണ് ചെയ്തത്. ഭാര്യയുടെ ഭാഗത്താണ് തെറ്റുള്ളത് എന്ന് മന്ത്രിക്ക് മനസ്സിലായി. എന്നാലും ജനസംസാരം നിലനിൽക്കുന്നതുവരെ യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലിൽ അടക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജയിലിൽ വെച്ച് യൂസുഫ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല റിസാലത്ത് നൽകുകയാണ് ചെയ്തത്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ളതായ കഴിവ് അതായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന മുഅ്ജിസത്ത്.